വയനാട്ടിലുണ്ടായ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ആ ജില്ലയെ മൊത്തം ഇപ്പം നിശ്ചലമാക്കിയിരിക്കുകയാണ്. വയനാടിൻ്റെ ഒരു വരുമാനത്തിൻ്റെ 22% എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. ഇപ്പം ഈ ദുരന്തം ഉണ്ടായത് മേപ്പാടിയിൽ 2 വാർഡുകളിലുണ്ടായ ദുരന്തമാണ്. പക്ഷേ ആളുകൾ പറയുന്നത് വയനാട് മൊത്തം ഇപ്പോൾ സേഫ് അല്ലാത്തൊരു സ്ഥിതിയാണ്. ഏതാണ്ട് ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് 40% വരെ അവിടുത്തെ ബുക്കിംഗ് പൂർത്തിയായതാണ്. ചിലയിടത്താണെങ്കിൽ അത് 90% വരെയായി. പക്ഷേ ഈ മുഴുവൻ ആളുകളും പിന്നീട് ഇങ്ങോട്ട് വന്നില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 22 ദിവസം കൊണ്ട് ഏതാണ്ട് 22 കോടിയോളം രൂപയുടെ നഷ്ടം വയനാടിൻ്റെ ടൂറിസം മേഖലയിലുണ്ടാകുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ സേഫായിട്ട് ടൂറിസത്തിന് വരാൻ പറ്റുന്ന പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ മറ്റുള്ളവരൊക്കെ ആയിക്കോട്ടെ വയനാട്ടിലേക്ക് പോകാൻ പൊതുവേ മടിക്കുന്നു. 2 കാരണങ്ങളാവാം. ഒന്ന്, ദുരന്തം ഉണ്ടായ ഒരു ജില്ലയിൽ പോയി കുറച്ച് ആഹ്ലാദിക്കാൻ അവർ മടിക്കുന്നു. 2, വയനാട് എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലമാണെന്ന് കരുതുന്നു. ഇതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്ന ആ മേഖലയിലെ ടൂറിസം നടത്തിപ്പുകാരാണ്. ഇപ്പോൾ പല ആളുകളും ഹോം സ്റ്റേ നടത്തുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകൾ നടത്തുന്നുണ്ട്. ഔദ്യോഗികമായി അനൗദ്യോഗികമായി 4000-ഓളം റിസോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ ജീവനക്കാരുടെ വരുമാനം ഇല്ലാതായിപ്പോയി, ടാക്സിക്കാരുടെ വരുമാനം ഇല്ലാതായിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട തട്ടുകടക്കാരുടെ ഉപജീവനമാർഗ്ഗം നശിക്കുന്നു. ഒപ്പം ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ വരുന്നവർ അവിടെ ടൂറിസത്തിൽ മറ്റേ പെഡൽ ബോട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ചുറ്റാനായിട്ട് അതിനുപയോഗിക്കുന്നു. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് അസ്തമിക്കുകയാണോ? ഇതിൽ പ്രധാനപ്പെട്ട പ്രതി നമ്മൾ പരിശോധിച്ചാൽ മാധ്യമങ്ങൾ അതാത് ദിവസം പൊലിപ്പിച്ച് വാർത്തകൾ കൊടുക്കുക, അങ്ങനെ കൂടുതൽ എരിവും പുളിയുള്ളതായിട്ടുള്ള വാർത്തകൾ എത്തിക്കുക, കണ്ണീരാണെങ്കിൽ അത് വിറ്റഴിക്കുക, ദുരന്തം വിറ്റഴിക്കുക, എല്ലാം വിറ്റഴിച്ച് അവർ അവരുടെ ദൈനംദിനമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യങ്ങളല്ല യഥാർത്ഥത്തിൽ പ്രസരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അർദ്ധസത്യങ്ങളാണ് മിക്കവാറും തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു പോകുന്നത്. വയനാട്ടിൽ ദുരന്തമുണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ ദുരന്തം ഏതാണ്ട് 500-ലധികം മനുഷ്യരുടെ ജീവനെടുത്താണ് പോകുന്നത്. ദേശീയ ദുരന്തമാണത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ പ്രദേശത്തെ ജീവിതത്തെ സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ഇവരെ അറിഞ്ഞോ അറിയാതെയാണ് ഈ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വരികയും ആ വാർത്തകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നതായിട്ടുള്ള മനുഷ്യർ അവരുടെ ട്രിപ്പ് കട്ട് ചെയ്ത്. ശരിയാണ്, 22 ദിവസം കൊണ്ട് 22 കോടി രൂപയുടെ നഷ്ടം ആ പ്രദേശത്തുണ്ടായി എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പരിക്കുണ്ടാക്കാവുന്ന ഒരു സാമ്പത്തിക ശോഷണമാണ്. കാരണം അത് വയനാടിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് മൊത്തം കേരളത്തെ ബാധിക്കും. അത് മാത്രമല്ലല്ലോ, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ദുരന്തം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ മുഖ്യമന്ത്രി നമ്മുടെ ഓണാഘോഷം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സർക്കാർ തരത്തിലുള്ള ഓണാഘോഷം വേണ്ട എന്നുള്ളത് തന്നെയായിരിക്കും. അതിപ്പോഴും തുടരുന്ന അതാണ് ശരി. കാരണം ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് നമ്മളിനി അതിൻ്റെ പുറത്ത് നിന്ന് ആഘോഷ ചൂടുകൾ നടത്തുന്നത് നല്ലതല്ല, ശരിയായ തീരുമാനം. പക്ഷേ പെട്ടെന്ന് കേരളത്തിലെ ബിസിനസ് ലോകം കരുതിയത് ഒരു സ്ഥലത്തും ഓണം ആഘോഷിക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ്. അതുകൊണ്ടാണ് കല്യാൺ സിൽക്സിലെ അതിൻ്റെ ഉടമ പട്ടാഭിരാമൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ പാപ്പരാക്കി കളയും എന്ന് അദ്ദേഹം പത്രത്തിൽ എഴുതുകയും അതുപോലെ ടെലിവിഷനിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നില്ല. ഗവൺമെൻറ് തലത്തിലുള്ള ആഘോഷം വേണ്ട എന്ന് മാത്രമേ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാണ്ട് കേരളത്തിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മളെ സാമ്പത്തികമായിട്ട് സ്തംഭിപ്പിക്കുക എന്നാണ് അത് ആ വാർത്തയുടെ ഒരു മെസ്സേജ്. അതാണ് ഈ കോടികളുടെ ഒരു ബിസിനസ് നടക്കുന്നതാണ് ഈ ഓണക്കാലം. എല്ലാ ഫെസ്റ്റിവൽ സീസണിനെക്കാട്ടും വ്യത്യസ്തമാണ് ഓണം. എല്ലാ മേഖലയിലും കച്ചവടം നടത്തും. നമ്മുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഓണാഘോഷമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ വ്യാപാര വ്യവസായങ്ങളെല്ലാം സ്തംഭിക്കുന്നു, ജനങ്ങൾ തമ്മിലുള്ള ഇടപഴകലിനുള്ള ഒരു സാഹചര്യം കുറയുന്നു. അപ്പോൾ ഈ പറയുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ആയിരിക്കില്ല അത് സൃഷ്ടിക്കുക. അല്ല, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. 2 വശത്തൂടെയാണ്. ഒന്ന്, വയനാടിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ കണ്ടെത്തണം. ഒന്ന്, അത് കണ്ടെത്തുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ശരിക്കും പല ആളുകളും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി ചലഞ്ച് ആയാലും അതേപോലെ തന്നെ പല നമ്മുടെ ഇവിടുത്തെ കോർപ്പറേറ്റ് സംവിധാനങ്ങളിൽ പലരും വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്, പാർട്ടിക്കാർ വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ പണം കണ്ടെത്തേണ്ടത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഈ പുനരധിവാസത്തിന് വേണ്ടി പണം മുഴുവനും ഒഴുകാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്തും ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളം അഭിമുഖീകരിക്കുന്നതാണ്.
അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഒരു മഹാവിപണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓണം വിപണിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പരിക്കുണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇതും പരിഹരിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് പലയിടങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര വലിയ സ്തംഭനാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. സർക്കാർ തലത്തിലുള്ള ഓണാഘോഷ പ്രക്രിയ മാത്രമേ അടച്ചു വയ്ക്കുകയുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയനാട് എന്ന് പറയുന്ന ജില്ലയുടെ സാമ്പത്തിക സ്രോതസ്സിൽ പ്രധാനപ്പെട്ട 22% എന്ന് പറയുന്നത് ടൂറിസത്തിൽ നിന്ന് വരുന്നതാണ്. അത് അടഞ്ഞുപോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായ ജോലിയാണ്. കാരണം അവിടെ പുനരധിവാസം പൂർത്തിയാക്കി ടൗൺഷിപ്പ് വന്ന് ഇത് ലോകമാതൃകയിലുള്ളതാണെന്ന് വാർത്തകൾ വന്ന് വളരെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് സ്വാഭാവിക നിലയിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ ഒരു നാച്ചുറൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമാണ് പിന്നീട് വീണ്ടും ടൂറിസത്തെക്കുറിച്ചുള്ള ഒരു ആലോചന സാധ്യമായി തീരുള്ളൂ. അത്രയും കാലം ആ മേഖലകൾ മുഴുവൻ സ്തംഭിച്ചെടുക്കും. ഇപ്പോൾ അതൊരു ദുരന്തമാണ് ജില്ലയ്ക്ക്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾ അവിടേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു ഫാമിലിയാണ് വരുന്നതെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് ഒരു ടാക്സി ഡ്രൈവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ 8000 രൂപയാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നു. ഇപ്പോൾ കാരാപ്പുഴ ഡാമുണ്ട്, അതുപോലെ തന്നെ പുൽപ്പള്ളിയുണ്ട്, പൂക്കോട്ട് തടാകമുണ്ട്. അങ്ങനെ അവിടെ പോയി കാണാൻ പറ്റുന്ന പല സ്ഥലങ്ങൾ ഈ ടൂറിസ്റ്റുകൾ വന്ന് ഡ്രൈവറുമായി സംസാരിച്ച് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ബത്തേരിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം, പഴശ്ശിരാജയുടെ ആ മ്യൂസിയം കാണുന്ന അല്ലെങ്കിൽ ആ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഒപ്പം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട തട്ടുകടക്കാരുണ്ട്, അവരുടെ ഉപജീവനം നടക്കും. ഈ പിന്നെ ക്രാഫ്റ്റുകളിൽ മീൻസ് നമ്മൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ അതൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. അല്ലെ വയനാട്ടിൽ വരുന്നവർ അത് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എല്ലാ മേഖലയിലെ കച്ചവടത്തെയും ഇത് പൂർണ്ണമായും ബാധിച്ചു. ഇപ്പോൾ ടാക്സിയും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ ഒരു ഓട്ടം പോലും ഇല്ലാതെ അവൻ തിരിച്ചു ചെല്ലുകയാണ്. ടൂറിസം സെൻറ്ററുകളിൽ ഓടുന്ന ടെമ്പോ ട്രാവലറോ അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നവരെ കൊണ്ടുവന്ന വണ്ടികൾക്ക് ഓട്ടമില്ലാതാകുന്നു. ഓട്ടോറിക്ഷകൾ അവർക്ക് പോലും കൃത്യമായ ഓട്ടം ഇല്ലാതാകുന്നു. അപ്പോൾ വയനാടുകാർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ പൂർണ്ണമായും ഇത് ഇല്ലാതാക്കുകയാണ്. ടൂറിസമായിരുന്നു ഞങ്ങളുടെ വലിയ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഓണക്കാലം വരുന്ന ഒരു സമയത്ത് വൻതോതിൽ ബുക്കിംഗ് വരും. ഈ ബുക്കിംഗാണ് ഇവരുടെ എല്ലാം മുന്നോട്ടുള്ള ജീവിതത്തെ പിന്നെ കുറേ കാലത്തേക്ക് നയിക്കുന്നത്. ഇത്തവണത്തെ ഓണമായിട്ട് ഒരു ബുക്കിങ്ങും ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്, ഈ ടൂറിസം അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, അവരാവശ്യപ്പെടുന്നുണ്ട് ഇനി സർക്കാർ തന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇടപെട്ടിട്ട് ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരാൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ. അതൊരു ഗതികേടല്ലേ ഒരു ജില്ലയിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥ? അല്ല, സർക്കാരിന് അത് ഒരു ധർമ്മസങ്കടം തന്നെയാണ്. കാരണം ഒരു വശത്ത് സർക്കാർ കണ്ണീരൊഴിച്ചും വിലപിച്ചും കാശ് ഇരന്നു വാങ്ങി ഒരു പുനരധിവാസ പ്രക്രിയയ്ക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദുരന്തഭൂമിയിൽ നിന്ന് സർക്കാരിൻ്റെ നിലവിളിയാണ്. അതേ സർക്കാർ തന്നെ എങ്ങനെയാണ് ആ ദുരന്തഭൂമി എന്ന് പറയുന്നത് ആഹ്ലാദ കേന്ദ്രമാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുക? ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത്. കാരണം ഈ ടൂറിസ്റ്റുകൾ മുഴുവനും വരണമെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വരാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷയും സംവിധാനങ്ങളും ഉണ്ടാക്കണം. ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വന്ന പലരും അതിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൻ്റെ പാടങ്ങളൊക്കെ മറ്റ് ജില്ലകളിലേക്ക് പകർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ 2 പ്രശ്നങ്ങളിലൂടെ ഇത് സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയും. ഒന്ന്, നമ്മളുടെ ഈ എന്താണ് അത്യാഹിത സാധ്യതയുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളാണ്. ആ ആഗസ്റ്റ് മാസങ്ങളിൽ കൃത്യമായിട്ട് നിലപാടെടുത്ത് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നതിൽ നിന്ന് അവരെ വിലക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സുരക്ഷിതമായി എവിടേക്കാണ് വയനാട്ടിൽ സഞ്ചരിക്കാനായിട്ട് താമസിക്കാനായിട്ട് പറ്റുന്നത് അവിടെ മാത്രം അവരെ വരുത്തുക. കാരണം മഴക്കാലത്ത് ഈ പറയുന്നവർ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന പലതരത്തിലുള്ള നേച്ചറിൻ്റെ പ്രകൃതിയുടെ തന്നെ പ്രതിഭാസങ്ങൾ അവിടെയുണ്ട്. വെള്ളച്ചാട്ടവും അതുപോലെ മറ്റുമൊക്കെ കാണുന്ന ആ സമയമാണ് ഏറ്റവും മികച്ച സമയം. പക്ഷേ ആ സമയം ഈ ദുരന്ത സാധ്യത ഒപ്പം നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് സർക്കാരിന് സുരക്ഷിതമായിട്ടുള്ള നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ടൂറിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ബാക്കിയുള്ള സമയത്ത് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാർ ഈ ടൂറിസം പ്രൊമോഷനുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ ആളുകൾ എന്ത് പറയും? സർക്കാരിനെ കണ്ണിച്ചോരയില്ല എന്ന് പറയും. മനസ്സിലായി? ശവം പോലും എന്താണ് ജീവിക്കാൻ നടക്കുന്നതായിട്ടുള്ള സർക്കാർ എന്ന് പറഞ്ഞാൽ ആക്ഷേപം കൂടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അവരുടെ പ്രശ്നമാണ്, ശരിയാണ്. ടൂറിസ്റ്റുകളുടെ പ്രശ്നം മാത്രമല്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ പോലും പ്രശ്നമാണ്. അതുപോലെ തട്ടുകടക്കാർ, നമുക്കറിയാം ഈ വഴിവക്കിലേക്ക് എന്താണ് നെല്ലിക്ക, മാങ്ങ, അച്ചാർ, ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന അതൊക്കെ കൗതുക വസ്തു പോലെ ആളുകൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്, അതേപോലെ വിദേശത്ത് നിന്ന് വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് കൗതുകമാണ് ശരിക്കും പറഞ്ഞു. അത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റ് ജീവിക്കുന്നവർ വളരെ കുറച്ച് പേരുണ്ട്.
സാധാരണക്കാരാണ് അവരുടെ ജീവിതം പോലും വഴിമുട്ടിക്കഴിഞ്ഞു. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം സർക്കാർ ചെയ്യുക എന്നുള്ളതാണ് വളരെ കരണീയമായൊരു കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് മാറണം. അത് മാറി അവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ജീവിതം പതുക്കെ പതുക്കെ പഴയ അവസ്ഥയിലേക്ക് വികസിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ടൂറിസത്തിൽ തന്നെ ആശ്രയിക്കേണ്ടി വരും. ടൂറിസത്തിന് സൗകര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും അവിടെ അവിടുത്തെ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചല്ലാത്തതായ വികസനങ്ങളെ തടയുക. കാരണം വികസനമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സന്തുലനാവസ്ഥ തകർക്കുന്നത്, അപ്പോൾ ബാലൻസ് തകർക്കുന്ന ഒരു പ്രോസസ്സായിട്ട് വരും. ഏത് കാലാവസ്ഥയിലും സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ വരാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് മലബാറിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും നേരെ വയനാട്ടിലേക്കാണ് ഓടി ചെല്ലുന്നത്. അപ്പോൾ അവർ വരുന്നില്ല. ഈ പറയുന്ന തൊട്ടടുത്ത തമിഴ്നാട്, കർണാടക എന്നുള്ള ആൾക്കാരൊന്നും വരുന്നില്ല. എന്തായാലും ഈ ഓണക്കാലം ആകുമ്പോഴേക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം താൽക്കാലികമായെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. എങ്കിൽ മാത്രമേ വയനാടിൻ്റെ ഓണക്കാലം എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മുറിവുണക്കുന്നൊരു കാലമായി മാറിയാൽ നല്ലതാണ്. അതിന് ആർക്കും പരിക്കില്ലാത്ത രീതിയിലുള്ള ചില സംവിധാനങ്ങളിലേക്കാണ് സർക്കാർ കടക്കേണ്ടത്. കാരണം ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെയാണ് ദുരന്തത്തിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യരെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതൊരാവശ്യമാണ്. വളരെ വളരെ ബുദ്ധിമുട്ടേറിയ സങ്കീർണമായിട്ടുള്ളൊരു ബാലൻസിങ് പ്രോസസ്സ് അവിടെ നടന്നാൽ മാത്രമാണ് ഈ ടൂറിസം എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് പൊക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഒപ്പം ഈ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ പുനരധിവാസവും കൂടി പൂർത്തിയാക്കുക. ഒരുമിച്ച് അത് ചെയ്താൽ മാത്രമാണ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തി സർക്കാർ കാണിക്കേണ്ടതാണ്. സർക്കാരിനൊപ്പം മറ്റ് സംഘടനകളും അതിനെ സഹായിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.